ഒടിഞ്ഞ 4 വാരിയെല്ലുകൾ, ശരീരമാസകലം പരിക്കുകളും ഈ ബുദ്ധിമുട്ടുകളുമായി ഒരു 58-കാരൻ 25 കിലോമീറ്റർ സഞ്ചരിച്ചും വിജനമായൊരു തോട്ടത്തിലെത്തി സ്വയം തൂങ്ങി മരിക്കുമോ എന്നതൊരു സംശയമാണ്. ഈ സംശയത്തിന് പോലീസ് നൽകുന്ന വിശദീകരണം മരിക്കുമെന്നാണ്. പത്തനംതിട്ടയിലെ പോലീസാണ് ഇത്തരത്തിൽ പരാമർശം നടത്തിയത്. കോയിപ്രം പോലീസ് എടുത്ത കഞ്ചാവ് കേസിലെ പ്രതിയായ KM സുരേഷിന്റെ ഇളക്കുള്ളൂരിലെ മാങ്കോസ്റ്റിൻ തോട്ടത്തിൽ തൂങ്ങിമരണം സംബന്ധിച്ചുകൊണ്ട് പോലീസ് വ്യക്തത തരാതെ ഒഴിഞ്ഞു മാറുകയാണ്. എന്നാൽ ഈ കേസിന്റെ സാഹചര്യ തെളിവുകളും സംശയമുനയും യഥാർത്ഥത്തിൽ പോലീസിലേക്ക് തന്നെയാണ് വഴിമാറുന്നത്. ഈ സാഹചര്യത്തിനിടെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടാനും നീക്കം ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ സുരേഷിനെ കസ്റ്റഡിയിലെടുത്തതും വിട്ടയച്ചതും പിന്നീട് തൂങ്ങി മരിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് പറയുന്ന കാര്യങ്ങൾ മുഴുവനും പരസ്പര വിരുദ്ധമായിട്ടാണ്. മാത്രമല്ല, കഴിഞ്ഞ മാർച്ച് 22-ന് രാവിലെ കോന്നി സ്റ്റേഷൻ പരിധിയിൽ പ്രമാടം പഞ്ചായത്ത് 5-ാം വാർഡിൽ ഇളംകൊള്ളൂർ പാലം ജംഗ്ഷന് സമീപം ബിജു ഫിലിപ്പിന്റെ മാങ്കോസ്റ്റിൻ തോട്ടത്തിലായിരുന്നു സുരേഷിനെ തൂങ്ങി മരിച്ച നിലയിൽ പ്രധാനമായിട്ടും കണ്ടെത്തിയിരുന്നത്. അതുപോലെ കോന്നി മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ 4 വാരിയെല്ലുകൾ ഒടിഞ്ഞിരുന്നുവെന്നും മാത്രമല്ല ശരീരം മുഴുവൻ ഉരഞ്ഞതും ചന്തിക്ക് ചൂരൽ കൊണ്ട് അടിയേറ്റ പാടുകൾ ഉണ്ടായിരുന്നതുമായും കണ്ടെത്തുകയുണ്ടായി. ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള വാർത്ത പുറത്തു വന്നതിനെ തുടർന്ന് പോലീസ് ഉരുണ്ട് കളിക്കുകയാണ്. ഉന്നത തലത്തിൽ ഇടപെടൽ വലിയ രീതിയിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, പിന്നെ നടന്നത് പോലീസിന്റെ ഭാഗം ശരിയാക്കാനുള്ള ശ്രമങ്ങൾ മാത്രമായിരുന്നു. ദക്ഷിണ മേഖല DIG അജിത് ബീഗത്തിന്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് അഡീഷണൽ SP R ബിനുവും കോന്നി DYSP T രാജപ്പൻ റാവുത്തറും ചേർന്ന് അന്വേഷണം വളരെയധികം ശക്തമാക്കി. തുടർന്ന് പുതിയ കഥ രൂപപ്പെട്ടു. സംശയനിഴലിലുള്ള ഡാൻസ് ഓഫ് ടീം അടക്കം കോയിപ്രം സ്റ്റേഷനിൽ കേന്ദ്രീകരിക്കുകയുണ്ടായി. സുരേഷിന്റെ തൂങ്ങിമരണം സംബന്ധിച്ചുകൊണ്ടുള്ള ചില സുപ്രധാന ചോദ്യങ്ങൾ ബാക്കിയായി നിൽക്കുകയാണ്. മാർച്ച് 19-ന് രാത്രി വീട്ടിലെത്തി സുരേഷിനെ വിളിച്ചുകൊണ്ടുപോയത് ശരിക്കും ആരാണ്? തുടർന്ന് ഇയാൾ എങ്ങനെയാണ് കോന്നി ഇളംകൊള്ളൂരിലെ മാങ്കോസ്റ്റിൻ തോട്ടത്തിൽ എത്തിയത്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നതനുസരിച്ച് ഇയാളുടെ 4 വാരിയെല്ലുകൾ ഒടിഞ്ഞിരുന്നുവെന്നും അത് 6 ദിവസങ്ങൾക്ക് മുൻപ് സംഭവിച്ചതാകുമെന്നാണ് തെളിയിക്കുന്നത്. 4 വാരിയെല്ലുകൾ ഒടിഞ്ഞയാൾ എങ്ങനെയാണ് ശരിക്കും സ്വയം കുടുക്ക് കെട്ടി മരത്തിൽ തൂങ്ങി മരിക്കുക? ഈ ചോദ്യങ്ങളെല്ലാം ബാക്കിയായി അവശേഷിക്കുകയാണ്. മാത്രമല്ല, ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു പോലീസ് ഉണ്ടായിരുന്നത്. 16-ന് സുരേഷിനെ കസ്റ്റഡിയിലെടുത്ത ശേഷം വിട്ടയക്കുകയായിരുന്നു. 19-ന് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരുന്നില്ല. തുടർന്ന് വിട്ടയച്ച സുരേഷിനെ നാട്ടിൽ കണ്ട സാക്ഷികളും നിലനിൽക്കുന്നുണ്ട്. അതുപോലെ സുരേഷ് അവിടെ ചെന്ന് ദർശനം നടത്തിയതിനു ശേഷം പുനലൂർ പോയെന്നും മടങ്ങി വന്ന് തുടങ്ങി മരിച്ചുവെന്നുമാണ് പോലീസ് പ്രധാനമായിട്ടും വെളിപ്പെടുത്തുന്നത്. മാത്രമല്ല, കോയിപ്രം പോലീസ് സുരേഷിനെ മാരകമായി മർദ്ദിച്ചുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുപോലെ മാർച്ച് 16-ന് വൈകിട്ട് 6:45-നായിരുന്നു കഞ്ചാവ് ബീഡി വലിച്ചെന്ന കുറ്റത്തിൽ സുരേഷിനെ കസ്റ്റഡിയിൽ കൂടുതലും എടുത്തിരുന്നത്. തിരുവല്ല DYSPയുടെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് NDCPS ആക്ടിലെ 27B എന്ന വകുപ്പിട്ട് കേസെടുക്കുകയും ചെയ്തു. അതിനുശേഷം കഞ്ചാവ് അളവിൽ കുറവായതിനാൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. അന്ന് തന്നെ രാത്രി 3 പേർ ചെന്ന് വീട്ടിൽ നിന്ന് സുരേഷിനെ വിളിച്ചിറക്കിക്കൊണ്ട് പോയി എന്നാണ് മാതാവ് നൽകിയ മൊഴി. മാത്രമല്ല, കസ്റ്റഡിയിലെടുത്ത ദിവസം തന്നെ സുരേഷിന് ഭീകരമായ മർദ്ദനം സഹിക്കേണ്ടി വന്നിരുന്നു. ഇക്കാര്യം സുരേഷ് താൻ ഓടിക്കുന്ന വാഹനത്തിന്റെ ഉടമയോട് പറഞ്ഞു. ഇവർ ഈ വിവരം കേസ് നേരത്തെ അന്വേഷിച്ച കോന്നി പോലീസ് SHOയ്ക്ക് മൊഴി നൽകി. മാർച്ച് 19-ന് സുരേഷിനെ വീണ്ടും കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. അതുപോലെ ചോദ്യം ചെയ്ത് വിട്ടയച്ചുവെന്നാണ് പോലീസ് കൂടുതലും പറയുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശരീരമാസകലം മുറിവേറ്റ പാടും നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, പുറത്ത് ചൂരൽ പ്രയോഗിച്ചതിന്റെ പാടുകളും ഉണ്ടായിരുന്നു. കൂടാതെ പരിക്കുകളെല്ലാം മരിക്കുന്നതിന് മുൻപുള്ളതുമാണ്. മാത്രമല്ല, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം മരിക്കുന്നതിന് 6 ദിവസം മുൻപുള്ള പരിക്കുകളാണ് ശരീരത്തിലെല്ലാം തന്നെ ഉള്ളത്. പോലീസ് അല്ലാതെ ആരും സുരേഷിനെ വിളിച്ചുകൊണ്ട് പോവുകയും ചെയ്തിട്ടില്ല. നിലവിൽ കോയിപ്രം പോലീസും ഡാൻസ് ഓഫ് ടീമുമാണ് സംശയത്തിന്റെ നിഴലിലുള്ളത്. ഏറ്റവും അവസാനമായി സുരേഷിനെ കൂട്ടിക്കൊണ്ടുപോയത് ഡാൻസ് ഓഫ് ടീമാണെന്ന് കൂടുതലും പറയപ്പെടുന്നുണ്ട്. പിന്നീട് എന്താണ് സംഭവിച്ചതെന്നതിനെക്കുറിച്ച് പോലീസ് ഒന്നും തന്നെ വെളിപ്പെടുത്തുന്നില്ല. സംഭവത്തിൽ പോലീസിന്റെ പങ്ക് പുറത്തു വരുന്നത് ഒഴിവാക്കാൻ തുടക്കം മുതൽ തന്നെ വലിയ രീതിയിൽ അഴിമതി നടന്നിരുന്നുവെന്ന കാര്യം നിലവിൽ വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളടക്കം ലഭിക്കാൻ ഈ കാലതാമസം വലിയ തടസ്സമാണ് കൂടുതലും സൃഷ്ടിക്കുന്നത്. മിക്കയിടത്തും CCTV ദൃശ്യങ്ങൾക്ക് കാലാവധി വളരെയധികം കുറവുമാണ്. മാങ്കോസ്റ്റിൻ തോട്ടത്തിൽ കണ്ട അജ്ഞാത മൃതദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് ലഭിച്ച തിരിച്ചറിയൽ കാർഡായിരുന്നു മരിച്ചത് സുരേഷാണെന്ന സൂചന കൂടുതലും നൽകിയിരുന്നത്. തുടർന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വന്നു. ശരീരമാസകലം പരുക്കുണ്ടെങ്കിലും തൂങ്ങിമരണമാണ് സംഭവിച്ചതെന്നാണ് ഫോറൻസിക് സർജൻ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. എന്നാൽ 4 വാരിയെല്ലുകൾ ഒടിഞ്ഞതും ശരീരത്തിൽ ചൂരൽ പ്രയോഗിച്ചതിന്റെ പാടുകളും കൂടിയതോടെ കോന്നി SHO P. ശ്രീജിത്ത് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. അപ്പോഴാണ് കോയിപ്രം സ്റ്റേഷനിലെ
NDPS പ്രതിയാണെന്ന് കൂടുതലും അറിയുന്നത്. മാത്രമല്ല ഇയാളുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും മൊഴികൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ പോലീസ് കസ്റ്റഡിയിലെടുത്തതും പിന്നീട് വിളിച്ചുകൊണ്ട് പോയതുമായ കഥകൾ മൊഴിയായി പുറത്തു വരികയായിരുന്നു. സുരേഷ് ഓടിച്ചിരുന്ന വാഹനത്തിന്റെ ഉടമ നൽകിയ മൊഴി വളരെയധികം നിർണായകവുമാണ്. ക്രൂരമർദ്ദനത്തിന് ഇരയായതിന്റെ വേദന ഇരുവരുമായി സുരേഷ് പങ്കും വെച്ചു. ഇന്നലെ മാധ്യമങ്ങളോട് ഇവരും സുരേഷിന്റെ മാതാവും ബന്ധുക്കളുമെല്ലാം കോന്നി പോലീസിന് നൽകിയ മൊഴി ആവർത്തിച്ചു. ഇത്രയുമൊക്കെ കോന്നി പോലീസ് കണ്ടെത്തിയിട്ടും മേലുദ്യോഗസ്ഥർ കേസിന് വേണ്ടത്ര ഗൗരവം കൊടുക്കാതിരിക്കുന്നതും സംശയത്തിന് വലിയ രീതിയിൽ കാരണമാകുന്നുണ്ട്. കേസ് അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടി മനഃപൂർവ്വമായ കാലതാമസം ഉണ്ടായെന്ന് വേണം ശരിക്കും കരുതുവാനും. സുരേഷ് ശരിക്കും എന്തിന് ജീവനൊടുക്കാൻ 25 കിലോമീറ്ററുകൾ അകലെ തനിക്ക് ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഇല്ലാത്ത കോന്നിയിലെ തോട്ടം തിരഞ്ഞെടുക്കണമെന്ന ചോദ്യവും ബാക്കിയായി അവശേഷിക്കുകയാണ്. മാത്രമല്ല നിസ്സാരമായ ഒരു കേസിന്റെ പേരിൽ ബൈക്കും ഫോണും പിടിച്ചു വെച്ചത് സുരേഷിന് മാനസികമായ വിഷമം വലിയ രീതിയിൽ ഉണ്ടാക്കിയിരുന്നു. സുരേഷ് മരിച്ച് 1 മാസത്തിന് ശേഷം ബൈക്ക് സഹോദരന് കൈമാറുകയും ചെയ്തിരുന്നു. ഫോൺ തിരികെ കൊടുത്തില്ലെന്ന് സഹോദരൻ വെളിപ്പെടുത്തുന്നുമുണ്ട്. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം സൃഷ്ടിക്കാനുള്ള കഠിന ശ്രമത്തിലായിരുന്നു പോലീസ് ഉണ്ടായിരുന്നത്. ഡാൻസ് ഓഫ് ടീം അടക്കം കോയിപ്രം സ്റ്റേഷൻ ക്യാമ്പ് ചെയ്തു. അതുപോലെ മാർച്ച് 19 സുരേഷിനെ പോലീസ് വിളിച്ചുകൊണ്ട് പോയിട്ടില്ല എന്ന് വരുത്താനുള്ള നീക്കം കാര്യമായി തന്നെ നടക്കുന്നുമുണ്ട്. ബൈക്കും ഫോണും അന്ന് തന്നെ തിരികെ സഹോദരനെ ഏൽപ്പിച്ചുവെന്ന് പറയപ്പെടുന്നുമുണ്ട്. നേരത്തെ കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച സുരേഷിനെ കണ്ടിരുന്നുവെന്നുള്ള സാക്ഷികളെയും രംഗത്തിറക്കുകയുണ്ടായി.